മുടങ്ങാതെ കേൾക്കുമായിരുന്നു രാവിലെയുള്ള ഭക്തിഗാനങ്ങൾ. കാരണം അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് വരുന്നത്. അത് വളരെ രസകരമായ യേശുദാസ് പാടിയ ഭക്തിഗാനങ്ങൾ, ജയചന്ദ്രൻ പാടിയ ഭക്തിഗാനങ്ങൾ, അങ്ങനെ അതിമനോഹരമായ മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ടേ, മകരം പുലരുമ്പോൾ അവിടെയൊരഭിഷേകവുമുണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായ ഭക്തിഗാനങ്ങൾ പലകുറി കേട്ട് നമുക്ക്. അപ്പോൾ ശനിയാഴ്ചകളിൽ രാവിലെ നമ്മൾ നേരത്തെ ഉണർന്നിരിക്കും ഈ പാട്ട് കേൾക്കാൻ വേണ്ടി. ഇങ്ങനെ മനോഹരമായ ഭക്തിഗാനങ്ങൾ, ആകാശവാണിയിലൂടെ വന്ന ഭക്തിഗാനങ്ങൾ. ഇനി CD, അതായത് ആൽബം, ഈ കാസറ്റുകൾ ഇല്ലാതിരുന്ന കാലത്താണ്. അപ്പം അങ്ങനെ എല്ലാ മേഖലയും, സംഗീതത്തിൻ്റെ സമസ്ത മേഖലയും, സംഗീതം എന്തിനൊക്കെ ഉപയോഗിക്കാമോ ആ മേഖലകളിലുമെല്ലാം ആകാശവാണി വലിയ സംഭാവനകളാണ് മലയാളിയുടെ സാംസ്കാരിക ബോധത്തിൽ, സാഹിത്യ ബോധത്തിൽ, സംഗീത ബോധത്തിലൊക്കെ ചെലുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഗീതത്തിൻ്റെ മാത്രമല്ല, സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആ പൊതുബോധത്തിൻ്റെയും ആ പൊതുബോധത്തിലും മികച്ച അറിവുകൾ, അവബോധങ്ങൾ ഉണ്ടാക്കാൻ ആകാശവാണിക്ക് കഴിയും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എന്തോ ആകാശവാണിയും ബന്ധപ്പെട്ടൊരു ലേഖനം വായിച്ചപ്പോൾ അതിൽ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ആകാശവാണിയിലെ പ്രകാശധാരയാണ്. വീട്ടമ്മ പറഞ്ഞിരിക്കുക. അപ്പോൾ ആകാശവാണി നോക്കൂ, നമ്മളെ ഇത് വളരെ പക്ഷെ നമ്മളുടെ മനസ്സിൽ ആകാശവാണി സൃഷ്ടിക്കുന്ന, നേരത്തെ പറഞ്ഞ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഭാവതലമുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിലൂടെ എന്താണ് ആ വാക്ക്, എന്താണ് അതിൽ പറയുന്നത്, എന്താണ് അതിൽ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ അവതരിപ്പിക്കുന്നത്, എന്താണ് അതിൻ്റെ ഭാവം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ക്രിയേറ്റിവിറ്റി, ഭാവനയെ വളർത്തുന്നതിൽ, ഭാവനയെ മനോഹരമായി വളർത്തുന്നതിൽ, ഭാവനയെ പോസിറ്റീവായി വളർത്തുന്നതിലൊക്കെ വലിയ പങ്കാണ് ക്രിയേറ്റിവിറ്റി. മലയാളിയുടെ ഒരു മലയാളി സമൂഹത്തിൽ ഒരു ഘട്ടത്തിൽ, ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു കാലത്ത് മലയാളിയുടെ ഭാവനയെ വളർത്തുന്നതിൽ സംഗീതത്തിലൂടെ ആയാൽ പോലും വലിയ സംഭാവനകൾ, അല്ലെങ്കിൽ അവബോധവും ക്രിയേറ്റിവിറ്റിയും ആകാശവാണി ചെയ്യുന്നുണ്ട്. പാട്ട് കേട്ട് ആ ശബ്ദവും ഈണവും സാഹിത്യവും ഉറപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർ പോലും ഭാഷയിലെ പ്രയോഗങ്ങളെയും ഉച്ചാരണ പിശകുകളെയും വാക്കിൻ്റെ അർത്ഥത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്നത് ആകാശവാണിയിലൂടെയായിരുന്നു. അതിന് ആകാശവാണിയിൽ ഒരു തെറ്റും ആകാശവാണിയിൽ പറയില്ല എന്നാണ്. മലയാളത്തിൻ്റെ ഉച്ചാരണമൊക്കെ വളരെ പെർഫെക്റ്റാണ് ആകാശവാണിയുടേത്. തെറ്റ് പറയില്ല എന്നാണ് നമ്മൾ അക്കാലങ്ങളിലെല്ലാം നമ്മൾ ആകാശവാണിയാണ് മാതൃകയാക്കിയിരുന്നത്. ഈ ഇന്ദ്രനീലിമയോലും നീമിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു എന്ന് പറയുന്ന പാട്ടിലെ ചില ചില വാക്കുകൾ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നോട് ചോദിച്ചു. അപ്പോൾ അതിലൊന്ന്, ഇന്നൊരു ഹൃദയത്തിൻ കുന്തലതാഗൃഹത്തിൽ, എന്നോട് ചോദിച്ചു, സാറേ കുന്തലതാഗൃഹം എന്ന് പറയുന്നത് അപ്പു നെടുങ്ങാടിയുമായി വല്ല ബന്ധമുള്ള ഗൃഹമാണോ? ഞാൻ പറഞ്ഞത് കുന്തലതാഗൃഹം, കുന്തം എന്നതിന് മുല്ല എന്നൊരർത്ഥമുണ്ട്, താമര എന്നൊരർത്ഥമുണ്ട്, പല അർത്ഥമുണ്ട്. ഇവിടെ വള്ളിക്കുടലേ എന്നെടുക്കാം. അപ്പം ഇന്നൊരു എൻ്റെ ഹൃദയത്തിൻ്റെ കുന്തലതാഗൃഹത്തിൽ പൊന്മുളം തണ്ടുമൂതി നീ ഇരിപ്പു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വള്ളിക്കുടലിനുള്ളിൽ പ്രണയത്തിൻ്റെ പൊന്മുരളി ഊതി നീ ഇരിക്കുന്നു എന്നാണ് അത് അവതരിപ്പിക്കുന്നത്. അതിന് നമ്മുടെ അപ്പു നെടുങ്ങാടിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ വാക്കുകളുടെ അർത്ഥങ്ങൾ, ഈ അർത്ഥങ്ങളിലേക്ക് നമ്മൾ എത്തിയത് വൊക്കാബുലറി, നമ്മുടെ പദസമ്പത്തുകളിലേക്ക്, അല്ലെങ്കിൽ സമ്പന്നമായ പദങ്ങളിലേക്ക് മലയാളി എത്തിയത് ആകാശവാണിയിലൂടെ നമ്മുടെ പാട്ടുകൾ വീണ്ടും വീണ്ടും കേട്ടിട്ടാണ്. അപ്പം അങ്ങനെ മനോഹരമായിരുന്നു ആകാശവാണി. പ്രോഗ്രാമുകളൊക്കെ കൃത്യമായിരിക്കുന്നു. സമയനിഷ്ഠ പോലെ, ഏറ്റവും സമയം കൊണ്ടാണല്ലോ
നമ്മൾ സമയം ദൂർത്തടിക്കരുത്. കാരണം അതുകൊണ്ടാണ് ജീവിതം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമയനിഷ്ഠ പോലെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിൽ, അതുവഴി സംഗീതത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് ആകാശവാണി വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ആകാശവാണിക്ക് മാത്രം സ്വന്തമായ ഒരു സംഗീത ശാഖയാണ്. ഒരു കാലത്ത് ഏറ്റവും സമ്പന്നമായ സംഗീത ശാഖയായിരുന്നു. ഇപ്പോഴും ആ സംഗീത ശാഖ മറ്റു പല രൂപത്തിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ ഭക്തിഗാനങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. പിന്നീട് തരംഗിണിയിൽ നിന്നും ഭക്തിഗാനങ്ങൾ കാസറ്റ് രൂപത്തിൽ വന്നു. പിന്നീട് അതൊരു വലിയ ട്രെൻഡായി. എത്രയോ ഭക്തിഗാനങ്ങൾ, മനോഹരമായ ഭക്തിഗാനങ്ങൾ ഇന്നും എന്നും നിലനിൽക്കുന്ന പാട്ടുകളുണ്ട്. ഇപ്പം ഞാൻ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായി ഈ പാട്ട് എന്താണ് പറയുന്നത്. ആ പാട്ടിങ്ങനെയാണ്: പാപം മറിച്ചിട്ടാൽ പമ്പ, പാപം മരിച്ചിടാൻ പമ്പ, പാപനാശിനി പമ്പ, പൂർണ്ണ പുണ്യദായിനി പമ്പ. പാപം മറിച്ചിട്ടാൽ പമ്പ, പാപം എല്ലാം നമ്മൾ കുടഞ്ഞിടുന്ന അർത്ഥത്തിലായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നാണ് പാപം എന്നത് തിരിച്ചിട്ടാൽ എന്താവും? പമ്പയാണ്. പലരും ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. അത് എഴുതിയ മഹാനായ എഴുത്തുകാരനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, ദാമോദര മാസ്റ്റർ. അദ്ദേഹമാണ് മലയാളത്തിലെ ലളിത, പ്രത്യേകിച്ച് ആകാശവാണിയിലെ ലളിത സംഗീത ശാഖയുടെ പിതാവെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും സംഭാവന മലയാള ലളിത സംഗീത പാഠം. കാരണം അന്നത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാർ ലളിത സംഗീത പാഠത്തിലേക്ക് കൊടുക്കുന്ന പാട്ടുകളെ എന്നെന്നും നിലനിർത്തുന്ന തരത്തിൽ അനർഘങ്ങളായ മൂല്യവത്തായ മുത്തുകൾ പോലെ നമുക്ക് സമ്മാനിച്ചത് എം ജി രാധാകൃഷ്ണൻ സാറാണ്. നമുക്ക് ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഏതാനും പാട്ടുകളെ എം ജി രാധാകൃഷ്ണൻ സാറ് ട്യൂൺ ചെയ്ത ചില പാട്ടുകളുണ്ട്. നമ്മുടെ ഉന്നലകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പാട്ടുകൾ. താവാലം നാരായണ പണിക്കർ സാറും എം ജി രാധാകൃഷ്ണൻ സാറും കൂടെ ചേർന്ന് അനേക മനോഹരമായ പാട്ടുകൾ വന്നിട്ടുണ്ട്. പല പാട്ടുകളുണ്ട്. ഘനശ്യാമ സന്ധ്യാഹൃദയം ഒരു പാട്ടുണ്ട്. ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്യവീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. അത് ആ പാട്ടുണ്ടായതിനെ സംബന്ധിച്ച് ചില കഥകളൊക്കെ ഉണ്ട്. കഥയെല്ലാം പറയാനുള്ള സമയം നമുക്കില്ലെങ്കിലും ഇവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഇന്നത്തെ തിരക്കെന്ന തിരുവനന്തപുരം നഗരത്തിലില്ല. വൈകുന്നേരങ്ങളിൽ ഇവരൊന്നിച്ച് നടന്നു പോകുന്നു. അങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഓവർബ്രിഡ്ജ്, തമ്പാനൂർ ഓവർബ്രിഡ്ജിൽ വരുമ്പോൾ താഴെ ട്രെയിൻ പോകുന്നുണ്ട്, റെയിൽവേ. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച വഴിക്കാണ് പാട്ടുകൾ ഏതും മനോഹരമായി, എന്ത് ബുദ്ധിമുട്ട് ഉള്ള വാക്കുകളും മനോഹരമായി ട്യൂൺ ചെയ്യാൻ കഴിയുന്ന എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ കഴിവിനെ കുറിച്ച് കാവാലം സാർ പറയുന്നത്. അപ്പോൾ ആ ഓവർബ്രിഡ്ജിൽ നിന്ന് നമുക്കിങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കിയാൽ മനോഹരമായ ആകാശം കാണാം. ഘനശ്യാമ സന്ധ്യാ അമ്പരമാണപ്പോൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഘനശ്യാമം പറഞ്ഞു. അപ്പോൾ അത് പാട്ടായി എഴുതാൻ പറയുന്നു. പക്ഷെ ഖ എന്ന വാക്കിൽ ഒരു പാട്ട് എങ്ങനെ തുടങ്ങും? ഖ മേഘത്തിൻ്റെ ഖായാണ്. ഞാൻ ഒരിക്കലും പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഒരു പ്രമുഖനായ ഒരാൾ പറഞ്ഞു അത് നഖത്തിൻ്റെ ഖായാണ്. നമുക്ക് വഴക്കില്ല, തർക്കമില്ല. എങ്കിലും ഞാൻ പഠിച്ചിരിക്കുന്നത് മേഘത്തിൻ്റെ ഖായാണ്, ഘനശ്യാമം. അപ്പൊ ഘനശ്യാമ സന്ധ്യാ ഹൃദയം, ഖ എന്ന വാക്ക് വെച്ച് എങ്ങനെയാണ്? കാരണം അതൊരു കഠിനമായ വാക്കാണ്. അങ്ങനെ ഒരു പാട്ട് എങ്ങനെ തുടങ്ങും? കഠിനമായ വാക്കിലല്ല, പലപ്പോഴും മൃദുവായ അക്ഷരത്തിലാണ് പാട്ട് തുടങ്ങേണ്ടതെന്നൊക്കെ നമുക്ക് ഉണ്ട്. അങ്ങനെയാണ് അല്ലേ മാഷേ? അങ്ങനെയൊക്കെയാണ്. മൃദുവായ രീതിയിൽ വേണം പാട്ട് തുടങ്ങാൻ, കഠിനമായ രീതിയിൽ വാക്ക് വെക്കരുത് എന്നൊക്കെ ഉണ്ട്. പക്ഷേ റെയിൽവേ ടൈം ടേബിൾ പോലും മനോഹരമായ ഒരു പാട്ടാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രതിഭയുള്ള ആളാണ് രാധാകൃഷ്ണൻ. അതുകൊണ്ട് രാധാകൃഷ്ണൻ ഇങ്ങനെ ചെയ്താലും ചെയ്യാൻ കഴിയുമെന്ന് കാവാലം സാർ ഉറപ്പ് പറയുന്നു. അങ്ങനെയാണ് ഘനശ്യാമ സന്ധ്യാഹൃദയം എന്ന് പറഞ്ഞു തന്നെ പാട്ടെഴുതുന്നത്. പിന്നീട്
ഒരു യുഗസന്ധ്യയിൽ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ അന്നത്തെ ഓർമ്മകൾ അല്ലെ അന്നത്തെ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നില്ലേ മനസ്സിൽ? തീർച്ചയായും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. എൻ്റെ അന്നത്തെ കാലമൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് ഈ പാട്ടുകളൊക്കെ. ലളിത സംഗീതത്തിൽ എൻ്റെ ചേച്ചിയാണ് ഇതെല്ലാം എഴുതിയെടുക്കുന്നത്. എന്നിട്ട് എന്നെ പഠിപ്പിക്കും, ഞാനിത് കേട്ട് ഇങ്ങനെ പാടും, എനിക്കറിയാവുന്ന രീതിയിൽ. അപ്പം ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ മനോഹരമായ പാട്ടുകൾ. ഇനിയും അങ്ങനെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ ആവാലം സാറിൻ്റെതുണ്ട്. ചിലത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകുന്നത്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചിലപ്പോൾ ചിലത് ഞാൻ വിട്ടിട്ടുണ്ടാകും. ഇനിയും മനോഹരമായ മറ്റു ചില ലളിതഗാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് പാടി. അഷ്ടപദീലയം തുള്ളി തുള്ളുന്ന ആ അമ്പലപ്പൂ, ഇതെല്ലാം ആകാശവാണിക്ക് സ്വന്തമാണ്. ഇതിൻ്റെ എല്ലാം റൈറ്റ് ആകാശവാണിയിലാണുള്ളത്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ആകാശവാണി ലളിതഗാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ ആരെഴുതിയാണ്? അദ്ദേഹം തന്നെ എഴുതിയതാണ്. ഒരു പിടിയവിലിൻ്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല നടയിലെത്തി. ആരാണ്? അദ്ദേഹം തന്നെ എഴുതിയ മറ്റൊരു പാട്ട് ഞാൻ പറയാം. പള്ളിയമ്പ് പൂത്തുലയിൽ വേദിമല താഴ്വരയിൽ വെള്ളിയരഞ്ഞാണമിട്ട പളുങ്കരുവി എന്നൊക്കെ പാട്ടുണ്ട്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ പള്ളിയമ്പ് പൂത്തുലയിൽ? എന്തോ സാറേ ഈ പള്ളിയമ്പ് പൂത്തുലയിൽ? ഇപ്പം ഈ മലയാള മഹാപണ്ഡിതന്മാരായ ചില അധ്യാപകർ പറയും, ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ആൾക്കാരിരിക്കുമല്ലോ, നാരായണമാഷൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ കോളേജിലെ മലയാളം സാറാന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പറയുകയില്ല. അവർ പറഞ്ഞു ഞങ്ങൾ പറയുകയില്ല. കാരണം പറഞ്ഞാൽ ഉടനെ ചോദിക്കും, ഇന്ന വാക്കിൻ്റെ പര്യായം എന്തോ സാറേ, ഇന്ന വാക്കിൻ്റെ അർത്ഥം എന്തോ സാറേ. ഈ മലയാളം സാർ ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. മലയാളം സാറിനൊന്നും അറിയത്തില്ല. എന്തെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി നോക്കിയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, പള്ളിയമ്പ് പൂത്തുലയും സാറേ എന്തോ പള്ളിയമ്പ്? പള്ളിയമ്പ് ആമ്പെട്ടു. അപ്പോഴേ ഞാൻ നോക്കി, പൂക്കൈതയാണ്. പള്ളിയമ്പ് പൂത്തുലയും വേളിമല താഴ്വരയും. അപ്പോൾ ആശയം കറക്റ്റായി. അങ്ങനെ വെള്ളിയരഞ്ഞാണമിട്ട പളുങ്കരുവി. ഞാൻ പറഞ്ഞില്ലേ, അതിന് മനസ്സിൽ ആ ഒരു ഭാവന കൂടി വേണം. നമ്മുടെ മനസ്സിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ചന്ദ്രകിരണത്തിൻ ചന്ദനമുള്ളും ചകോര യുവമിഥുനങ്ങൾ നമ്മുടെ മനസ്സിലത് വരണം. ആ പാട്ട് കേൾക്കുമ്പോൾ ആ ദൃശ്യം നമ്മളുടെ മനസ്സിൽ വരണം. മഞ്ഞിൽ ചേക്കേറും മഞ്ഞൾ പെൺപക്ഷി. ആരെഴുതാൻ പറയാം? ആരെഴുതുന്നത്? താമരമാഷ എഴുതിയ മൗനപ്പൂചൂടും ഇന്ദിവരാക്ഷി മധുഗാനം മധുഗാനം നീ മനസ്സുനീ മനോഹരി. എല്ലാവർക്കും അപ്പൊ അങ്ങനെ മനോഹരമായ പാട്ടുകൾ നമ്മൾ